CPM തകർന്ന് തരിപ്പണമായി. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിശക്തി തോന്നും. 40% കുറയാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, തൊഴിലാളികളെ സ്നേഹിക്കുന്ന ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, സഖാക്കൾ, അവർ പിണറായിയെ തിരുത്തും. ഈ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയം ആ പാർട്ടിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിലപ്പുറമാണ്. ആശാസമരം അവരിലുണ്ടാക്കിയിരിക്കുന്ന വികാരം എത്രത്തോളമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കാണും. അപ്പോൾ ആ CPM തകർന്ന് തരിപ്പണമായി ബംഗാളിലെയും കൽക്കട്ടയിലെയും പോലെ ആവുന്നൊരു ഘട്ടത്തിലേക്ക് ആ പാർട്ടി നീങ്ങുകയാണ്. അത് തടയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. നേതൃത്വം പഞ്ചമുച്ചമടക്കി പിണറായിയുടെ കുടുംബാധ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സഖാക്കൾ തന്നെ അതിനെ നിലനിർത്തണം. അതിന് പിണറായിയെ പാഠം പഠിപ്പിക്കണം. അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിൻ്റെ നിലപാടിന് സഖാക്കളെതിരാണ് എന്നുള്ള വ്യക്തമായ ഒരു എന്താ പറയുക, തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് എനിക്ക് വരാൻ പോകുന്ന വോട്ട്. അത് ഈ ഗവൺമെൻറ്റിനെതിരാണ്, പിണറായിസത്തിനെതിരാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ് UDF സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ടും എനിക്ക് കിട്ടിയ വോട്ടും കൂട്ടിയോജിക്കുമ്പോൾ ആണ് എത്രത്തോളം വോട്ട് ജനങ്ങൾ പിണറായിക്കെതിരെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എന്താകും 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, മെയ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാലുകുത്തി നടക്കാൻ പിണറായിയും സംഘവും എന്നെ അനുവദിക്കുന്നുണ്ടോ? TP ചന്ദ്രശേഖരൻ എങ്ങനെയാണ്? അങ്ങനെ എത്ര ചന്ദ്രശേഖരന്മാർ. അപ്പോൾ എല്ലാവരും തള്ളി, UDFും തള്ളി, LDFും തള്ളി, ജനങ്ങളും തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ആരും എന്നെ സംരക്ഷിക്കൂ? ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിലല്ലല്ലോ ഈ സമരത്തിന് ഇറങ്ങിയത്. അത് നാട്ടിലെ സാധാരണക്കാർ, ഇവരൊക്കെ പച്ച മനുഷ്യന്മാരാണ്. ജനമെന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തിന് അപ്പുറമുണ്ട്. ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേരുന്നതാണ് ജനം. ആ ജനം തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവരെന്നെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, UDFിൻ്റെ പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് UDFിൻ്റെ സതീശനടിച്ച വാതിൽ ഒന്ന് തള്ളി തുറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞത്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരനെ പോലെ, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരനെ പോലെ നിരവധി ആളുകളെ വെട്ടിയരിഞ്ഞ് തള്ളിയതുപോലെ ഒരുപക്ഷെ എന്നെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കാൻ സാധ്യതയുണ്ട് പിണറായിയും കൂട്ടരും. അതുകൊണ്ട് ഏത് വിധേനയും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് എൻ്റെ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് എന്നാണ് PV അൻവർ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ PV അൻവർ അത്ര കണ്ട് സജീവമല്ലല്ലോ എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി തന്നെയാണ് PV അൻവർ ഇത്തരത്തിൽ ഉത്തരം നൽകിയത്. സ്ഥാനാർത്ഥികൾ ജീപ്പിൽ കയറി നിന്ന് റോഡിന് ഇരുവശത്തും കാണുന്ന ആളുകളെ കൈവീശി ടാറ്റ പറഞ്ഞ് കടന്നു പോകുന്നത് പോലെ താൻ അത്ര ലാഘവത്തോടു കൂടിയല്ല നിലമ്പൂർ ജനതയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് എന്നാണ് PV അൻവർ പറഞ്ഞത്. എനിക്കിപ്പോഴും നിലമ്പൂർ ജനതയിൽ വിശ്വാസമുണ്ട്. നിലമ്പൂരിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല, അവരാണ് എൻ്റെ പ്രതീക്ഷ എന്നുകൂടി PV അൻവർ എടുത്തു പറയുന്നു. ഇവിടെ നിലമ്പൂരിൽ പിണറായിസത്തേക്കാൾ കൂടുതലായി ജനം വെറുക്കുന്നത് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെയാണ് എന്നുകൂടി PV അൻവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. പിണറായിസത്തിനും പിണറായിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിക്കും എതിരെയായി, പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയായി നിലകൊണ്ടുകൊണ്ടാണ് താൻ LDFിൽ നിന്നും പുറത്തു പോകുന്നത്, രാജിവെച്ച് പുറത്തു വന്നത്. എന്നാൽ എന്തിനു വേണ്ടിയാണോ താൻ രാജിവെച്ച് പുറത്തു പോകുന്നത്, ആ കാര്യം UDFിൽ നിർവഹിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിന് കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ UDFിന് സാധിച്ചില്ല. ഒരുപക്ഷെ പിണറായിയേക്കാൾ ജനത്തിന് വിദ്വേഷവും ശത്രുതയുമുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് UDF കണ്ടെത്തി നിലമ്പൂരിൽ നിർത്തിയിരിക്കുന്നത് എന്നുകൂടിയാണ് PV അൻവർ തന്റെ വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനത തന്നെ പിന്തുണയ്ക്കും. താൻ ഇവിടെ ജയിച്ചു വരും. പിണറായി വിജയന് കിട്ടുന്ന വോട്ടും UDFിന് കിട്ടുന്ന 1% വോട്ടും, ഏതാണ്ട് 40% വോട്ടുകൾ ഇവരിൽ നിന്നെല്ലാം തനിക്ക് കിട്ടും. താൻ ജയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് PV അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊരു കാര്യം കൂടി PV അൻവർ എടുത്തു പറയുന്നു. തനിക്ക് നേരെ കൊട്ടിയടച്ച VD സതീശൻ, UDFിന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവായ VD സതീശൻ തനിക്ക് നേരെ കൊട്ടിയടച്ച UDFിന്റെ വാതിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ തുറക്കും, അഥവാ അത് തുറക്കുവാൻ തന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടാകും. സതീശനോ UDF നേതാക്കൾക്കോ തനിക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തരേണ്ടതായി വരും എന്നുകൂടി PV അൻവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. ഇവിടെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA PV അൻവറിനെ രാത്രി PV അൻവറിന്റെ വീട്ടിൽ എത്തി സന്ദർശിച്ചതിന്റെ പൊരുൾ ഇരിക്കുന്നത്. PV അൻവറും രാഹുൽ മാങ്കൂട്ടത്തിലും തികച്ചും സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയതെന്ന് പറയുമ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം PV അൻവറിനെ UDFിൽ പ്രവേശിപ്പിക്കാം എന്ന ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഫലത്തിൽ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് കൂടുതൽ പരുക്കുകൾ ഏൽപ്പിക്കാതെ PV അൻവറും തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്റെ പ്രചരണ പരിപാടികളിൽ ഒരു മയം വരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം PV അൻവർ UDFിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ് അൻവറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾക്കെല്ലാം, അതായത് കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും KM ഷാജിയും അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളെല്ലാവരും PV അൻവറിനെ UDF-ൽ പ്രവേശിപ്പിക്കണം എന്ന ഒരു ധാരണയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ അഭിപ്രായം അത് തന്നെയാണ്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം PV അൻവർ UDF-ൽ പ്രവേശിക്കും. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിസത്തിനും മരുമോനിസത്തിനും എതിരായി CPM-നെ തറപറ്റിക്കുവാൻ വേണ്ടി താൻ UDF-ൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് PV അൻവർ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. PV അൻവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മളങ്ങനെ പരസ്യപ്രചരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. പരസ്യമായിട്ട് വരാനുള്ള ആളുകൾ നമുക്ക് കുറവാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാത്തിനും ഞാൻ എത്തേണ്ട ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഞാൻ ഈ വാഹന പ്രചരണ ജാതിയുമായി ജീപ്പിൻ്റെ മുകളിൽ കയറി ടാറ്റ പറഞ്ഞ് നടന്നാൽ ടാറ്റ ഉണ്ടാവും. അപ്പം നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള എന്താ പറയുക കമ്മ്യൂണിറ്റി ബോർഡുകൾ, അതിപ്പം പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി, സോഷ്യൽ കമ്മ്യൂണിറ്റി, ഇങ്ങനെ വിവിധ ഇനം നിരവധിയായ കമ്മ്യൂണിറ്റിൻ്റെ ലീഡേഴ്സ് ഉണ്ട്. അവരെ വ്യക്തിപരമായി കാണുകയും അത്തരം ആളുകളുമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ എന്താ പറയുക പ്രചരണം അവർ സ്വകാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടിനും കൂടെ എനിക്ക് നേരം കിട്ടില്ല. അപ്പോൾ അത് പ്രചരണം ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഈ സാഹചര്യം ഉരുത്തിരിഞ്ഞതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടയും സാമൂഹിക, സാംസ്കാരിക, സാമുദായിക ലീഡർഷിപ്പിനെയൊക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. ഫീൽഡിൽ നിന്ന് എത്ര പ്രവർത്തകർ അവരെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പൊതുതെരഞ്ഞെടുപ്പ് എന്ന നിലക്ക്, ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് എല്ലായിടത്തും ആളുകൾ വരും. പക്ഷേ എൻ്റെ പ്രവർത്തകരാണ് അങ്ങനെ നടക്കുന്നതെങ്കിൽ അത് അങ്ങനെ കണക്കൂട്ടാം. പക്ഷേ ഇതെന്താണ്, മുൻതൂക്കം പുറമേയുള്ള ആളുകൾക്കാണ്. മുൻതൂക്കം എപ്പോഴും വേണ്ടത് പ്രാദേശിക ആ പ്രദേശത്തിലെയും ആ കോൺസ്റ്റിറ്റ്യുവൻസിലെയും ആളുകൾക്ക്. അങ്ങനെ ഉണ്ടായിട്ടില്ല. CPM തകർന്ന് തരിപ്പണമായി. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിശയോക്തി തോന്നും. 40% കുറയാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, തൊഴിലാളികളെ സ്നേഹിക്കുന്ന ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, സഖാക്കൾ, അവർ പിണറായിയെ തിരുത്തും. ഈ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയം ആ പാർട്ടിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിലപ്പുറമാണ്. ആശാസമരം അവരിലുണ്ടാക്കിയിരിക്കുന്ന വികാരം എത്രത്തോളമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കാണും. അപ്പോൾ ആ CPM തകർന്ന് തരിപ്പണമായി ബംഗാളിലെയും കൽക്കട്ടയിലെയും പോലെ ആവുന്നൊരു ഘട്ടത്തിലേക്ക് ആ പാർട്ടി നീങ്ങുകയാണ്. അത് തടയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. നേതൃത്വം പഞ്ചമുച്ചമടക്കി പിണറായിയുടെ കുടുംബാധ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സഖാക്കൾ തന്നെ അതിനെ നിലനിർത്തണം. അതിന് പിണറായിയെ പാഠം പഠിപ്പിക്കണം. അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിൻ്റെ നിലപാടിന് സഖാക്കളെതിരാണ് എന്നുള്ള വ്യക്തമായ ഒരു എന്താ പറയുക തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ UDF കേന്ദ്രങ്ങൾ ഞാൻ പറയാനില്ലല്ലോ, നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സ്വാഭാവികമായിട്ടും ആ സ്ഥാനാർത്ഥിയുമായുള്ള അഭിപ്രായ വ്യത്യാസം. പിണറായിസത്തിനെതിരെ ഒരു വാക്ക് പോലും പറയാത്ത ഒരു വ്യക്തിയെ പിണറായിസത്തിൻ്റെ ക്യാപ്റ്റനാക്കിയത് ഒരിക്കലും പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന നിലമ്പൂരിലെ UDF-ൻ്റെ പ്രവർത്തകർ ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഈ ഗവൺമെൻറ്റിനെതിരെ ഇപ്പോൾ അവർ അച്ചടിച്ചിറക്കിയില്ല പ്രസിദ്ധീകരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഞാൻ പറയുകയും ഞാൻ പോരാടുകയും പിന്നീട് UDF-ൻ്റെ ചില നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവൊക്കെ പിന്നാലെ വന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതും ചർച്ചയാക്കപ്പെട്ടതും അതിന് നേതൃത്വം നൽകിയതും അതിന് ത്യാഗം സഹിച്ചതും അതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നതും ഞാനാണ് എന്നവർക്കറിയാം. അപ്പോൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് എനിക്ക് വരാൻ പോകുന്ന വോട്ട്. അത് ഈ ഗവൺമെൻറ്റിനെതിരാണ്, പിണറായിസത്തിനെതിരാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ് UDF സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ടും എനിക്ക് കിട്ടിയ വോട്ടും കൂട്ടിയോജിക്കുമ്പോൾ ആണ് എത്രത്തോളം വോട്ട് ജനങ്ങൾ പിണറായിക്കെതിരെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഈ വ്യക്തിയോട്, സ്ഥാനാർത്ഥിയോടുള്ള ഒരു നിലക്കും യോജിക്കാൻ കഴിയാത്തവർ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. ആ വോട്ട് യഥാർത്ഥത്തിൽ പിണറായി വിരുദ്ധ വോട്ടാണ്. പിണറായിയേക്കാളും വിരുദ്ധത ഈ വ്യക്തിത്വമായതുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുന്നത്. അത് സെപ്പറേറ്റ് എൻ്റെ ബാസ്ക്കറ്റിൽ വരുന്നതോടുകൂടി ആ കാര്യം കൃത്യമാകും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, UDF-ൻ്റെ പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് UDF-ൻ്റെ സതീശൻ അടിച്ച വാതിൽ ഒന്ന് തള്ളി തുറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും എനിക്ക് ഒറ്റയ്ക്ക് പോരാട്ടം നടന്നിട്ട് പിണറായിസത്തെ കേരളത്തിൽ അടുത്ത 26-ൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന വിഡ്ഢി ബോധ്യമൊന്നും എനിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും പിണറായിസത്തിനെതിരെ ശക്തമായ ആത്മാർത്ഥമായ നിലപാടെടുക്കുന്ന UDF ലീഡർഷിപ്പും അതുപോലെയുള്ള മറ്റു പല ഘടകങ്ങളുണ്ട്. ഇവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് പോകുന്ന ഒരു എന്താ പറയുക സംവിധാനത്തിലേക്ക് അത് പോകും.
അങ്ങനെയുള്ളൊരു തേർഡ് ഫ്രണ്ടിന് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തും. അങ്ങനെ UDF യോജിച്ച് തന്നെ പിണറായി സത്തെ തകർക്കാൻ 2026 പോരാട്ടം നടത്തുമെന്ന കാര്യത്തിലേക്കാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അല്ല, അത് വിഡ്ഢിച്ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പിണറായിയെക്കാളും വെറുപ്പ് പ്രാദേശിക തലത്തിൽ ഈ വ്യക്തിയോടാണ്. ഒന്ന്. രണ്ടാമത്, പിണറായിസത്തിനെതിരെ ഇയാൾ ഒന്നും പറയാറില്ല. ഇന്ന് വരെ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോലും പിണറായിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഈ മനുഷ്യരെ മുഴുവൻ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് കേസിൽ കുടുക്കിയപ്പോൾ അദ്ദേഹം വായ തുറന്നിട്ടില്ല. ഈ മലയോര കർഷകർ ഈ രീതിയിൽ ദുരന്തം അനുഭവിച്ചപ്പോൾ അതിനെതിരെ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഈ മലയോര മേഖലയിലെ വയനാട് പാർലമെൻറ്റിലെയും തൊട്ടടുത്ത മണ്ഡലങ്ങളിലെയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു ശക്തമായ പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറായില്ല? അദ്ദേഹം ഈ നാടിന് വേണ്ടി എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പിതാവ് എന്ന് മരിച്ചിട്ട് തന്നെ 10 വർഷത്തോളമായി, 8-9 വർഷമായി. അപ്പോൾ പിതാവിൻ്റെ ലെഗസി പറഞ്ഞ് ഞാൻ PV ഷൗക്കത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്താ മനസ്സിലാക്കുക? അദ്ദേഹം ആകെ പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരെയും ഈ പറയുന്ന പിന്നെ എന്താണ് പാഠമൊന്ന് വിലാപം സിനിമ എടുക്കുകയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചില കമ്മ്യൂണിറ്റികളെ വളരെ മോശവൽക്കരിച്ച് പ്രസിദ്ധനാകാൻ ശ്രമിച്ചതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആദ്യമായി ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് നേതാക്കന്മാരും കുറേ മന്ത്രിമാരും കുറേ MLA മാരും ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാരൊക്കെ ഒന്ന് വീട് കയറി ഞെരങ്ങുകയാണ്. ആളുകൾ വലിയ പ്രയാസത്തിലാണ്. വോട്ടർമാർ ഒരു ടീം അങ്ങോട്ട് പോകുമ്പോഴേക്കും അടുത്ത ടീം പോകുമ്പോഴേക്കും അടുത്ത ടീം. അപ്പോൾ കുടുംബജീവിതം തന്നെ താറുമാറായിരിക്കുകയാണ് നിലമ്പൂരിൽ സാധാരണക്കാരായ വോട്ടർമാരുടെ വീടുകളിലൊക്കെ. ഇതൊക്കെ വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാലും അവർക്ക് ബോർഡ് വെക്കാൻ പറ്റുമോ? വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് ആരും വരരുതെന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് മനുഷ്യരെ അങ്ങേയറ്റത്തെ. എല്ലാം പ്രകടനപരതയിലപ്പുറം ആത്മാർത്ഥത ഇവർക്ക് ആർക്കും ഈ വിഷയത്തിലില്ല എന്നത് വസ്തുതാപരമായി നിലമ്പൂരിലെ വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ വാദം, ഞാൻ വർഗീയവാദിയാണ്. അത് മനുഷ്യവർഗം എന്ന ആ വർഗത്തിന് വേണ്ടിയിട്ടുള്ള വർഗീയവാദി, അവർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും എനിക്കെതിരെ വലിയ പ്രചരണം ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള CPM ലീഡർഷിപ്പ് നടത്തിയത് എൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളാണ്. അവർ സൂചിപ്പിച്ച 2 പാർട്ടികളും എൻ്റെ കൂടെ അല്ലല്ലോ. സ്വാഭാവികമല്ലേ? അതുതന്നെയാണ് മൊത്തത്തിൽ, അതാണ് വസ്തുതകൾ. അപ്പോൾ ഈ ആശാസമരം BDP SDPയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി നടത്തുക എന്ന് മാഷ് പറയുന്ന അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് ഈ പറയുന്ന വർഗീയ ശക്തികളുടെ വോട്ട് കിട്ടിയതാണ് എന്നൊരു നരേഷൻ ഉണ്ടാക്കുക. ആ നരേഷൻ പാർലമെൻറ്റിൽ BJP MP മാർ ഏറ്റുപിടിക്കുക. ഇതൊക്കെയല്ലേ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ആർക്കും മനസ്സിലാവാത്തത്? ആ കാലമൊക്കെ കഴിഞ്ഞു. ഗോവിന്ദമാഷൊക്കെ പണ്ടത്തെ നമ്മളീ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ദേശാഭിമാനി, മാതൃഭൂമി, മനോരമി മാത്രമുള്ള കാലത്ത് നടത്തുന്ന പ്രസ്താവനയാണ് ഇപ്പോഴും അദ്ദേഹം ഒരു ബോധവും സാമൂഹിക ആളുകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതിൽ. അല്ല, നിലമ്പൂരിലെ ജനം വിധി എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ വിധി എന്താകും? 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, മെയ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാലുകുത്തി നടക്കാൻ പിണറായിയും സംഘവും എന്നെ അനുവദിക്കുന്നുണ്ടോ? TP ചന്ദ്രശേഖരൻ എങ്ങനെയാണ്? അങ്ങനെ എത്ര ചന്ദ്രശേഖരന്മാർ? അപ്പോൾ എല്ലാവരും തള്ളി, UDFും തള്ളി, LDFും തള്ളി, ജനങ്ങളും തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ആരും എന്നെ സംരക്ഷിക്കൂ? ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിലല്ലല്ലോ ഈ സമരത്തിന് ഇറങ്ങിയത്. അത് നാട്ടിലെ സാധാരണക്കാർ, ഇവരൊക്കെ പച്ച മനുഷ്യന്മാരാണ്. ജനം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തിന് അപ്പുറമുണ്ട്. ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേരുന്നതാണ് ജനം. ആ ജനം തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവരെന്നെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് നിൽക്കുന്നത്.